ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ലേണിംഗ് സി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ്റെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിവിഷൻ സിമ്പിൾ മെത്തേഡിൽ ചെയ്യുന്ന ഡിവിഷൻ്റെ സിമ്പിൾ എന്താണ് ഡിവിഷൻ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിവിഷൻ ആസ് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പോർഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഇന്ന് അതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ വെൽക്കം ടു ലേണിംഗ് സി. അപ്പോൾ നമുക്ക് ഇതിൽ പറയുന്നത് ഡിവിഷനിൽ നമുക്ക് പല വേർഡ്സ് പുതിയതായിട്ട് നിങ്ങൾ കുറേ വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക്. ഡിവിഡൻറ്റ്, ഡിവൈസർ, കോഷ്യൻ്റ്, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. 20 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 4 ഈസ് എ ഡിവിഷൻ സെൻറ്റൻസ്. അതൊരു ഡിവിഷൻ സെൻറ്റൻസ് ആണ് കേട്ടോ. 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്ന ഒരു ഡിവിഷൻ സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ വായിക്കാം നോക്കാം. റീഡ് ആസ് 20 divided by 5 is equal to 4. ഓക്കെ, 20 ആ ഡിവിഷൻ്റെ സൈൻ ഇട്ട് 5 എഴുതി ഈക്വൽ ടു 4 എന്ന് എഴുതുന്നത് അതൊരു ഡിവിഷൻ സെൻറ്റൻസ് ആണ്. ഇതിനെങ്ങനെ നമ്മൾ റീഡ് ചെയ്യുക? ഒരു ഡിവിഷൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ട് അത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഫസ്റ്റ് നമ്പർ നമ്മൾ ആദ്യം വായിക്കണം. ഫസ്റ്റ് എഴുതിയിരിക്കുന്ന നമ്പർ ഇവിടെ 20 ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ ആ സൈനിനെ നമ്മൾ എന്താ വായിക്കുക? ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണ് നമ്മളതിനെ റീഡ് ചെയ്യുന്നത്. മനസ്സിലായോ? 4 എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നോട്ടിലേക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അത് കഴിഞ്ഞ് ഡിവിഷൻ്റെ സിമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതാണ് ഒരു സബ്സ്ട്രാക്ഷൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ എബവും ബിലോയും ഓരോ എന്ത് ചെയ്യണം? ഓരോ ഡോട്ട് ഇട്ട് കൊടുത്താൽ ദാറ്റ്സ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. ആ സിമ്പിളാണ് ഡിവിഷനിൽ പറയുന്നത്. 20 ഡിവൈഡഡ് ബൈ 5 ഈസ് ഇക്വൽ ടു 4. ഈ ഓരോ നമ്പറിനും ഓരോ നെയിം ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടല്ലേ, നിങ്ങൾക്ക് സ്കൂളിൽ ഒരു പേര് വിളിക്കും, വീട്ടിൽ ഉമ്മ ഒരു പേര് വിളിക്കും, ഉപ്പ ഒരു പേര് വിളിക്കും അല്ലേ. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഈ ഓരോ നമ്പേഴ്സിനും നമ്മൾ എന്തിടുന്നുണ്ട്? ഓരോ പേരിടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇയാൾക്കൊരു പേരായിരിക്കും. ഇഫ് യു ഹാവ് എ ബ്രദർ ഓർ സിസ്റ്റർ ദേ വിൽ ഹാവ് അനദർ നെയിം. ഓക്കെ, അങ്ങനെ പലർക്കും പല നെയിം ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇവർക്കും ഉണ്ട് ഓരോ നെയിം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എഴുതുന്ന നമ്പറിൻ്റെ പേരാണ് ഡിവിഡൻറ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതുന്ന നമ്പറിൻ്റെ പേരെന്താണ്? ഡിവിഡൻറ്റ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്പർ എപ്പോഴും എന്തായിരിക്കും? ലാർജർ നമ്പർ ആയിരിക്കും. അതിൻ്റെ പേരാണ് ഡിവിഡൻറ്റ്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത് ഡിവിഷൻ്റെ സൈൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഡിവിഷൻ്റെ നമ്മൾ പ്ലസിനും മൈനസിനും ഒക്കെ ഇടുന്ന പോലെ ഒരു സിമ്പിൾ ഡിവിഷനും ഉണ്ട്. അപ്പോൾ ആ ഡിവിഷൻ്റെ സൈൻ ഇട്ടതിന് ശേഷം നമ്മൾ എഴുതുന്ന നമ്പറിൻ്റെ നെയിമാണ് ഡിവൈസർ. ഡിവിഡൻറ്റിൻ്റെ സിസ്റ്ററാണ് ഡിവൈസർ. ഓക്കെ, ഡിവിഡൻറ്റിൻ്റെ സിസ്റ്ററാണ് ഡിവൈസർ. എന്താ പേര്? ഡിവൈസർ. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അല്ലേ. ആൻസർ എപ്പോഴും നമ്മൾ ഈക്വൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഈക്വൽ ഇട്ട് കഴിഞ്ഞ് എഴുതുന്ന നമ്പറാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോഷ്യൻറ്റ്. ഓക്കെ, അയാൾക്കൊരു പ്രത്യേക നെയിമാണ് കോഷ്യൻറ്റ്. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് എഴുതുന്ന നമ്പറിൻ്റെ പേരെന്താണ്? ഡിവിഡൻറ്റ്. സെക്കൻഡ് എഴുതുന്ന നമ്പറിൻ്റെ പേര് ഡിവൈസർ. അതായത് ഡിവിഷൻ്റെ സിമ്പിൾ ഇട്ട് കഴിഞ്ഞ് എഴുതുന്ന നമ്പറിൻ്റെ പേര് ഡിവൈസർ. ആൻഡ് തേർഡ് നമ്പർ ഈസ് കോൾഡ് കോഷ്യൻറ്റ്. അപ്പോൾ എങ്ങനെ ഇതിനെ വായിക്കുക നമ്മൾ? 20 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 4. ഫസ്റ്റ് ആളുടെ പേര് ഡിവിഡൻറ്റ്, സെക്കൻഡ് ഡിവൈസർ ആൻഡ് തേർഡ് കോഷ്യൻറ്റ്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിവിഡൻറ്റ് എന്താണ്, ഡിവൈസർ എന്താണ്, കോഷ്യൻറ്റ് എന്താണെന്നൊക്കെ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ടേംസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ദ ടോട്ടൽ നമ്പർ ഓഫ് തിങ്സ് ടു ബി ഡിവൈഡഡ്. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്തോരമുണ്ടോ അത് നമ്മൾ ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ടോട്ടൽ എത്ര എണ്ണം നമ്മുടെ ഇപ്പോൾ 20 ചോക്ലേറ്റ്സ് ഉണ്ട്. ആ 20 ചോക്ലേറ്റ്സിനെയാണ് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടോ അതിനെയാണ് നമ്മൾ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര പേർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഗ്രൂപ്പിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അതിനെയാണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് യു ആർ ഡിവൈഡിങ് ടു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് കോഷ്യൻറ്റ്? ദ റിസൾട്ട് ഓഫ് ഡിവിഷൻ ഷോയിങ് ദ നമ്പർ ഓഫ് തിങ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോരുത്തർക്കും എത്ര ചോക്ലേറ്റ് കിട്ടി എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഷ്യൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിവിഡൻറ്റ്, ഡിവൈസർ, കോഷ്യൻറ്റ്. ഒരിക്കലും മറക്കരുത് കേട്ടോ ഈ ടേം. അപ്പോൾ ടോട്ടൽ നമ്പറിനെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നു. അതിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന എത്ര ഗ്രൂപ്പ് ഉണ്ട് അവരെ നമ്മൾ ഡിവൈസർ എന്ന് വിളിക്കുന്നു. എത്ര എണ്ണം ആ ഗ്രൂപ്പിലുള്ളവർക്ക് കിട്ടി എന്ന് പറയുന്നത് നമ്മൾ കോഷ്യൻറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഡിവിഡൻറ്റ്, ഡിവൈസർ, കോഷ്യൻറ്റ്. ഓക്കെ അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. ഡിവിഷൻ ആസ് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ. എന്താണ് ഡിവിഷൻ ആസ് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ നോക്കാം. ഓക്കെ, ഡിവിഷൻ ആസ് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ
Division as repeated subtraction means subtracting the same number repeatedly from a larger number until you reach 0. നമ്മൾ ചെയ്ത് സീറോ കിട്ടുന്നത് വരെ, സീറോ എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത് വരെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിവിഷൻ ആസ് എ റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അഡീഷൻ എന്നല്ലേ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? ഡിവിഷൻ ആസ് എ റിപ്പീറ്റഡ് അഡീഷൻ. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഡിവിഷൻ ആസ് എ റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ കിട്ടണം, ലാസ്റ്റ് നമ്പർ നമുക്ക് സീറോ കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ ആസ് എ റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സെയിം നമ്പറിന് എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ഇട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ ആസ് എ റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഡിവിഷൻ ആസ് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 8 ആപ്പിൾസ് ഇൻ 2 ഗ്രൂപ്പ്. 8 ആപ്പിൾസ് ഇൻ, എന്താണ് അതിൻ്റെ മീനിങ്? എന്താണ്? 8 ആപ്പിൾസ് ഉണ്ട് എൻ്റെ കയ്യിൽ, ടോട്ടൽ 8 ആപ്പിൾസ് ഉണ്ട്, ഞാൻ അതിനെ 2 ഗ്രൂപ്പ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, 8 ആപ്പിൾസ് 2 ഗ്രൂപ്പ്സിലായിട്ടാണുള്ളത്. അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷനിൽ ചെയ്യാമെന്ന് നോക്കാം അല്ലേ. അപ്പം എങ്ങനെയാണ് നോക്കിക്കോളൂ. സോ നിങ്ങൾക്ക് അറിയാം, ഇതാണ് ഡിവിഷൻ്റെ സിമ്പിൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ 8 ആപ്പിൾസ് ഇൻ 2 ഗ്രൂപ്പ്സ്, 8 എന്ന് എഴുതുക, നടുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഡിവിഷൻ്റെ സിമ്പിൾ ഇടുക, 2 എഴുതുക. ഓക്കെ അല്ലേ അത്? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതിനെങ്ങനെ നമുക്ക് സബ്സ്ട്രാക്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഡിവിഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 8 - 2 എഴുതണം. മാം അതവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് അവസാനം എന്തിലെത്തണം? നമ്മൾ 0 കിട്ടുന്നത് വരെ സബ്സ്ട്രാക്ട് ചെയ്യണം. 8 - 2 ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 6 കിട്ടി. കണ്ടല്ലോ അല്ലേ. 8 - 2 പോയ 6 അല്ലേ. 8 ഫിംഗേഴ്സ് എടുത്ത് അതിന് 2 ഫോൾഡ് ചെയ്താൽ ബാക്കി എത്രയുണ്ട്? 6 ഉണ്ട്. അപ്പോൾ 1 ടൈം ഞാൻ ചെയ്തു കേട്ടോ. അതിനെയാണ് ഞാൻ ഇവിടെ 1 ഇട്ടിരിക്കുന്നത്. എന്താണ്? മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. -1 ഞാൻ എഴുതിയ ഒരു ഹൈഫനിട്ട് 1 എഴുതിയിരിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ 1 ടൈം നമ്മൾ ചെയ്തു. നമുക്ക് എന്ത് കിട്ടണം? അറ്റ് ലാസ്റ്റ് നമുക്ക് 0 കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ 8 - 2 എത്ര എഴുതി? 6 കിട്ടി. ഇനി 6 - 2 ചെയ്യണം നമ്മൾ അഗൈൻ. ഓക്കെ, 6 - 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? 6 എന്ന് 2 പോയാൽ ബാക്കി എത്രയുണ്ട്? 6 - 2 = 4 അല്ലേ. 6 എന്ന് 2 പോയാൽ 4 അല്ലേ വരുന്നത്. അപ്പോൾ അത് നമ്മൾ അവിടെ എഴുതാം. 4 എന്നുള്ളത് നമ്മൾ അവിടെ എഴുതണം. ഓക്കെ അല്ലേ. അപ്പോൾ സെക്കൻഡ് ടൈമുള്ളത് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ 4 - 2 ചെയ്യണം. അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? 0 കിട്ടുന്നത് വരെ നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്കിപ്പോൾ ആൻസർ 4 കിട്ടിയില്ലേ. 4 - 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2 കിട്ടും അല്ലേ. അപ്പോൾ നമ്മളവിടെ 2 എഴുതി. 4 - 2 = 2 ആണ്. അപ്പോൾ ഇത് എത്രാമത്തെ ടൈമാണ് നമ്മൾ ചെയ്യുന്നത്? തേർഡ് ടൈം ആയാലും ചെയ്യുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ 6 - 2 ചെയ്തു, അപ്പോൾ 4 കിട്ടി. 4 - 2 ചെയ്തു, നമുക്ക് 2 കിട്ടി. ഇനി അടുത്തത് 2 - 2. 4 - 2 ചെയ്ത് 2 കിട്ടിയത് എത്രയാണ്? 3. തേർഡ് ടൈം ചെയ്തു. ഇനി അടുത്ത് 2 - 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 0 കിട്ടി. അത് 4th ടൈമാണല്ലേ. 0 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? വി വാണ്ട് ടു സ്റ്റോപ്പ് ദെയർ. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ 0 കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. 0 കിട്ടി. അപ്പോൾ 8 / 2 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 4 ആണ് അല്ലേ. ആൻസർ എത്ര ടൈംസ് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് അവിടെ എഴുതുന്നത്. എത്ര ടൈംസ് നമ്മൾ ചെയ്തു? 4 ടൈംസ്. 1 2 3 4 4 ടൈംസ് ചെയ്തു അല്ലേ. അങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. ഓക്കെ, ഇഫ് യു ഹാവ് 12 cookies ആൻഡ് യു വാണ്ട് ടു ഡിവൈഡ് ദം ഇൻടു groups of 3, you keep subtracting. നമ്മൾ പറഞ്ഞു 3 until nothing is left. ഓക്കെ, മോളുടെ കയ്യിൽ അല്ലെങ്കിൽ മോളുടെ കയ്യിൽ 12 കുക്കീസ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? യു വാണ്ട് ടു ഡിവൈഡ് ദം ഇൻടു ഗ്രൂപ്പ്സ് ഓഫ് 3. 3 ഗ്രൂപ്പ്സ് ആക്കി വെക്കണം ഈ 12 കുക്കീസിനെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? യു കീപ് സബ്സ്ട്രാക്റ്റിംഗ് 3 സബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 12 നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക 3. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴാണോ നമുക്ക് 0 കിട്ടുന്നത് അവിടെ വെച്ച് നമ്മൾ നിർത്തണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 12 - 3. 12 നിന്ന് 3 പോയാൽ എത്രയാണ്? 9 ആണ്. യു ഓൾ നോ ദാറ്റ്. ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞു 9ൽ നിന്ന് 3 മൈനസ് ചെയ്യണം. 9ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? വി വിൽ ഗെറ്റ് 6. ദെൻ നെക്സ്റ്റ് 6 - 3. 6 - 3 ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 3 വരും. ഓക്കെ, നെക്സ്റ്റ് 3 - 3 വരുമ്പോൾ എന്ത് ചെയ്യും? വി വിൽ ഗെറ്റ് 0. എത്ര ടൈംസ് നമ്മൾ ചെയ്തു? കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 1 2 3 4 ടൈംസ് ചെയ്തു. സോ ദ ആൻസർ ഈസ് 12 / 3 = 4. അപ്പോൾ എത്ര ഗ്രൂപ്പാക്കി നമുക്ക് വെക്കാം?
4 ഗ്രൂപ്പ്സ് ആക്കി വെക്കാം അല്ലേ നമുക്ക്. 12 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം വെച്ചിട്ട് എത്ര ഗ്രൂപ്പ്സ് വെക്കാം നമുക്ക്? 3 ഗ്രൂപ്പ്സ് വെക്കാം. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ 4 എണ്ണം ഉണ്ടാവും, നെക്സ്റ്റ് ഗ്രൂപ്പിൽ 4 എണ്ണം ഉണ്ടാവും, നെക്സ്റ്റ് ഗ്രൂപ്പിൽ 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ 4 + 4 8, 8 + 4 12. അപ്പോൾ 12 കുക്കീസ് ആയില്ലേ? ഹാവ് യു ഗോട്ട് ഇറ്റ്? മനസ്സിലായി എങ്കിൽ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു എയറോപ്ലെയിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. വി ക്യാൻ മൂവ് ടു ദാറ്റ്. ഓക്കെ, യു ക്യാൻ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 12 എയർപ്ലെയിൻസ് ആർ ഫ്ലൈങ് ടുഗെദർ ആഫ്റ്റർ സം ടൈം. ദേ ഫോം ഗ്രൂപ്പ് ഓഫ് 6 പ്ലെയിൻസ് ഈച്ച്. ഹൗ മെനി ഗ്രൂപ്പ്സ് ഡു ദേ ഫോം? അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രൂപ്പ്സ് അവർ ഫോം ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയാണ്? 12. അതിൽ നിന്ന് എത്ര പ്ലെയിൻസ് ആണ്, എത്ര ഗ്രൂപ്പാണുള്ളത്? 6. അപ്പോൾ 12 - 6 എന്ത് ചെയ്യണം നമ്മൾ? 6 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര? 12 - 6 എത്ര കിട്ടും? 6 കിട്ടിയല്ലേ. ഇനി 6ൽ നിന്ന് നമുക്ക് കിട്ടിയ ആൻസർ, 6ൽ നിന്ന് എഗെയിൻ നമ്മൾ ഏത് നമ്പറാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്? 6 തന്നെ. എത്ര ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് ആ 6 തന്നെ നമ്മൾ എഗെയിൻ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 6 - 6 = 0. ഓക്കെ, അപ്പോൾ സബ്സ്ട്രാക്ഷൻ എത്ര ടൈം നമ്മൾ ചെയ്തു? 2 ടൈംസ് നമ്മൾ ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ് ആൻസർ? ഈസ് 12 ഡിവൈഡഡ് ബൈ 6 = 2. അപ്പോൾ എത്ര ഇതാണ്? ഓരോ ഗ്രൂപ്പിൽ എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 2, 2 എണ്ണം വെച്ചിട്ടുണ്ട് അല്ലേ. സോ ദ ആൻസർ ഈസ് 2. എല്ലാവർക്കും മനസ്സിലായോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ഇൻ കമൻറ്റ് ബോക്സ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.